അടിയന്തരാവസ്ഥയുടെ പ്രേതം ബാധിച്ച പോലീസാണ് കേരളം ഭരിക്കുന്നതെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. നിരപരാധികളായ സിപിഐഎം പ്രവർത്തകരുടെ വീട്ടിൽ അർജുൻ നായങ്കിയുടെ പേരിൽ അർദ്ധരാത്രിയിൽ നടത്തിയ പരിശോധന മനുഷ്യത്വരഹിതമാണെന്നും രാജു എബ്രഹാം പറഞ്ഞു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് വല്ലപ്പള്ളിയിലെ 4 വീട്ടിൽ യാതൊരു തെളിവുമില്ലാതെ പോലീസ് പരിശോധനയ്ക്കെത്തിയത്. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിതിൻ കുമാർ, SFI ഏരിയ പ്രസിഡന്റ് രാഹുൽ തുടങ്ങിയവരുടെ വീടുകളിലാണ് പോലീസ് അർദ്ധരാത്രിയിൽ പരിശോധനയ്ക്കെത്തിയത്. അർജുനായങ്കിയെ തേടിയായിരുന്നു പോലീസ് ഇവരുടെ വീട്ടിലെത്തിയത്. ഒരു 10-15 പോലീസുകാർ വന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് അതുങ്ങൾ നിന്ന് പെങ്കൊച്ച് നിന്ന് കരവാണെന്ന് എന്തുവാ പറയുന്നത്? ആരോടാ പറയുന്നത്? ആകെപ്പാടെ എല്ലാം പേടിച്ച് വരണ്ടിരിക്കുക. ഇവരോട് ചോദിച്ചിട്ട് ഇവരോട്ട് പറയത്തുമില്ല എന്തവാണെന്ന്. ഇവർ അവിടെ തപ്പുന്നു, ഇവിടെ തപ്പുന്നു, കട്ടിലിന്റെ കീഴെ തപ്പുന്നു. പോലീസ് നടപടി അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതെന്ന CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. അടിയന്തരാവസ്ഥയുടെ പ്രേതം ബാധിച്ച ഒരു പോലീസാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഏതോ ഒറ്റുകാരാണ് ഇതിൻ്റെ പുറകിൽ എന്നാണ് ഞങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇവിടെ അർജുനായങ്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള ടെലിഫോൺ മൊബൈൽ ടവർ ഇവിടെ ഇല്ലേ? ഇവിടെ വഴിനീള ക്യാമറയുള്ള സ്ഥലമല്ലേ? ഇതേതെങ്കിലും ഒരു പരിശോധന പോലീസ് നടത്തിയോ? അത്രയ്ക്കും പിടിപ്പുകെട്ട പോലീസാണോ കേരള പോലീസ്? ഇത് തന്നെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് നടന്നത്. നാട്ടിലെ ഏതെങ്കിലും പ്രമാണിയായിട്ടുള്ള കോൺഗ്രസ്സുകാരന് വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുക, ഇന്ദിരാഗാന്ധിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി അവന്റെ വീട് റെയ്ഡ് ചെയ്യണം, അവനെ അറസ്റ്റ് ചെയ്യണം. അവൻ പിന്നെ 6 മാസത്തിനകത്താണ്. പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.